തീരുമാനം വലിയ ചർച്ചയാണ്. കുടിശ്ശിനിക്കൊക്കെ വിവാദം അധികം സാഹചര്യമാണ്. പക്ഷേ കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അല്ല, കാരണം കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്ന ആളുകളെ അവരാണ് ആ ജയിൽ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതുകൊണ്ടാണല്ലോ ഗോവിന്ദച്ചാമി അവിടുന്ന് തടവ് ചാടിയതിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാത്തത് ഉദ്യോഗസ്ഥന്മാരല്ല അവിടുത്തെ ജയിൽ ഭരിക്കുന്നത്, പകരം CPMകാരായിട്ടുള്ള കൊലപാതക കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ജയിൽ ഭരിക്കുന്നത്. അപ്പോൾ ക്രിമിനലുകൾ ജയിൽ ഭരിക്കുന്ന സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ മദ്യവും ലഹരി വസ്തുക്കളും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ആയുധങ്ങളും ഇതെല്ലാം നിർബാധം ജയിലുകളിലെത്തും. കേരളത്തിൽ പൊതുവായിട്ടുള്ള അരാജകത്വം, ആ അരാജകത്വമാണ് ജയിലുകളടക്കം ക്രിമിനലുകൾ ഭരിക്കുന്ന CPM ക്രിമിനലുകൾ ഭരിക്കുന്ന സാഹചര്യത്തിലെത്തിയിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകാനാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തന്നെ കണ്ണൂർ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാക്കിയിട്ട് വെച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത് മാറണമെങ്കിൽ CPM സർക്കാരിൻ്റെ നിലവിലുള്ള സ്ഥിതി, ആ സ്ഥിതി മാറിയാലേ ഈ സ്ഥിതിയിൽ മാറ്റം വരും. ഇപ്പം കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് തഫ്റ്റ് നടന്നു എന്നുള്ള തരത്തിലൊക്കെ തെളിവുകൾ പുറത്തുവിടുന്ന പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രംഗത്തേക്ക് വരുന്ന സാഹചര്യം നാളെ ഇപ്പോൾ റാലി ഉൾപ്പെടെ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ BJPക്കെതിരെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ശക്തമായി നീങ്ങാനാണ് കോൺഗ്രസിൻ്റെ ഒരു ആലോചന. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 11 കൊല്ലക്കാലമായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തായിട്ടുള്ളത് ജനങ്ങളുടെ തീരുമാനപ്രകാരമാണ്, ജനങ്ങൾ നടത്തിയിട്ടുള്ള വിധിയെഴുത്താണ്. കോൺഗ്രസിൻ്റെ ധാരണ ഈ രാജ്യം ഭരിക്കാൻ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം കിട്ടിയിട്ടുള്ളത് നെഹ്റു കുടുംബത്തിനാണ് എന്ന് ധരിക്കുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. നെഹ്റു കുടുംബത്തിൽപ്പെടുന്നവരല്ലാത്ത ആർക്കും ഈ രാജ്യം ഭരിക്കാൻ പാടില്ല, അതിനുള്ള അധികാരമില്ല, അതിനുള്ള അവകാശമില്ല എന്നുള്ളതാണ് നെഹ്റു കുടുംബത്തിൻ്റെ ധാരണ. നെഹ്റു കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലല്ലോ. നെഹ്റു കുടുംബത്തിലുള്ള ഒരാൾക്കേ അവിടെ, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരാൾക്കേ അവിടെ നേതൃത്വത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ജനങ്ങൾ അങ്ങനെ വിധിയെഴുതിയതിനെതിരായിട്ട്, അതിൻ്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് പ്രക്ഷോഭം നടത്തുക എന്നുള്ളത് പുതിയ കാര്യമല്ല. നരേന്ദ്രമോദി 2014 അധികാരമേറ്റെടുത്ത ദിവസം തൊട്ട് കോൺഗ്രസും നെഹ്റു കുടുംബവും നിരന്തരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതിന് രാജ്യത്തിന് പുറത്തു പോയിട്ട് പോലും രാഹുൽ ഗാന്ധി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്, തെരഞ്ഞെടുപ്പ് നീതിപൂർവകമല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം. ഇത്രയും കാലം എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? ഇപ്പോഴും കോടതിയെ സമീപിക്കാം അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ. അതല്ലാതെ പത്രസമ്മേളനം നടത്തി ഭീഷണി മുഴക്കുകയും പത്രസമ്മേളനം നടത്തി പാർട്ടികളെയും ജനാധിപത്യത്തെയും അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമം, ആ ശ്രമം ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളയും. ഈ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രസിഡന്റ് ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അത് അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല, ഒപ്പം തന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ രാഷ്ട്രീയ കക്ഷിയിലെ പ്രമുഖർ തന്നെ ഇത്തരം തീരുമാനമെടുക്കുന്നത് ശരിയാണ്? എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞിട്ടുള്ളതിന് അപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. അല്ല, ഇതിലിപ്പം വിശ്വ ഹിന്ദു പരിഷത്തും ഒപ്പം തന്നെ അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാത്തൊരു കാര്യമാണ് അത്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് സംസാരിക്കും. FIR റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. എല്ലാ കാര്യവും ആ പറയുന്ന ആളുകൾ പറയും.